ഇന്ന് ഞാൻ നിങ്ങൾക്ക് 5 മസ്റ്റ് വാച്ച് സിനിമകൾ പരിചയപ്പെടുത്തുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ സിനിമ, ആ ഒരു സിനിമ ഒരു പക്ഷേ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റിയെന്ന് വരില്ല. നമസ്കാരം, ഞാൻ RGP. മസ്റ്റ് വാച്ച് മൂവി സീരീസിന്റെ 9ാമത്തെ എപ്പിസോഡാണിത്. ഇവിടുത്തെ മെയിൻ അജണ്ട സിമ്പിളാണ്. നിങ്ങൾക്ക് സമയം നഷ്ടമാകാത്ത ഒരു 5 മസ്റ്റ് വാച്ച് സിനിമകൾ പരിചയപ്പെടുത്തി തരിക. ഇനി ഈ ചാനലിൽ പുതുതായിട്ട് വന്നവരാണെങ്കിൽ ഞാൻ ഡെയിലി ഒരു 5 ഫിലിംസ് റെക്കമെൻഡ് ചെയ്യാറുണ്ട്. എല്ലാം മസ്റ്റ് വാച്ച് ആയിട്ടുള്ള സിനിമകളാണ്. ഇന്ന് ഞാൻ അവസാനം പറയുന്ന നമ്പർ 1 സിനിമ, അത് നിങ്ങളുടെ മൈൻഡ് ഔട്ടാക്കും. ഡയറക്റ്റ് 5 മസ്റ്റ് വാച്ച് സിനിമകളിലേക്ക്. 5ാമത്തെ പൊസിഷൻ ഞാൻ കൊടുക്കുന്നത് ഡൈ ഹാർട്ട് 1988. ഇതൊരു ആക്ഷൻ ത്രില്ലർ സിനിമയാണ്. പക്ഷേ ഗൈസ്, ഇത് ജസ്റ്റ് ഒരു ആക്ഷൻ മൂവി മാത്രമല്ല. സ്റ്റോറി സിമ്പിളാണ്. ഒരു ക്രിസ്മസ് രാത്രി ഒരു പാർട്ടി നടക്കുന്ന സ്ഥലത്ത് ഒരു ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടാക്കുന്നു. അവിടെ നമ്മുടെ നായകനുണ്ട്. ആളൊരു പോലീസ് ഓഫീസറാണ്. സൂപ്പർ ഹീറോ ഒന്നുമല്ല. പക്ഷേ ഈ ഒരു കഥ എന്തുകൊണ്ടാണ് സ്പെഷ്യൽ ആവുന്നത് എന്നുള്ളത് അറിയാമോ? ഇത് റിയലിസ്റ്റിക് ആണ്. ഹീറോനെ അടിക്കുമ്പോൾ വേദന വരും, ചോര വരും, അയാൾ ടയേർഡാകും. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഹീറോ ഒരു സൂപ്പർ ഹ്യൂമൺ ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ ഈ സാധനം എൻഗേജിങ് ആണ്. 1988 ചിത്രമാണെങ്കിലും ഈ പടം ഇപ്പോഴും നമുക്കൊരു ഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്യും. അതിനുശേഷം ഒരുപാട് പാർട്ടുകൾ ഈ ഡൈ ഹാർട്ടിൻ്റെത് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇത് 5ാമത് പറയുന്ന സിനിമയാണ്. 1ാമത് പറയുന്ന ആ ഒരു സിനിമയുണ്ടല്ലോ, അതിൻ്റെ ഒരു വാമപ്പ് മാത്രമാണ് ഈ ഒരു സിനിമ. മൂവി നമ്പർ 4, ദ ഡിപ്പാർട്ടഡ്. ഇതൊരു സൈക്കോളജിക്കൽ ത്രില്ലറാണ്. ഡബിൾ ഏജന്റ് സ്റ്റോറി. കൺസെപ്റ്റ് സിമ്പിളാണ്. പോലീസിൽ നിന്ന് ഒരു അണ്ടർ കവർ, അതായത് ഒരു ചാരൻ ഗുണ്ടകളുടെ അടുത്ത് പോയി പണിയെടുക്കുന്നു. ഗുണ്ടകളിൽ നിന്ന് ഒരു ചാരൻ പോലീസുകാരുടെ ഇടയിൽ നിന്ന് പണിയെടുക്കുന്നു. ഈ 2 അണ്ടർ കവേഴ്സും 2 പേരെ ക്യാച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പക്ഷേ ഇതിന്റെ ബ്യൂട്ടി എന്താണെന്നറിയുമോ? ഇവർ 2 പേരും ഒറ്റാൻ വേണ്ടി വന്നതാണെന്നുണ്ടെങ്കിലും ഇതിൽ ആര് എപ്പോ എങ്ങനെ ഒറ്റും എന്നുള്ളത് നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ലാസ്റ്റ് 20 മിനിറ്റ് എന്ന് പറയുന്നത് മൈൻഡ് ബ്ലോയിങ് ആണ്. ഇതിന്റെ റീമേക്ക് ഹിന്ദിയിൽ ഒന്ന് ചെയ്തിട്ടുണ്ട്. ഏതാണെന്ന് അറിയുന്നവരൊന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യണേ. പക്ഷേ ഉണ്ടല്ലോ, ഞാൻ 3ാമതായിട്ട് പറയാൻ പോകുന്ന സിനിമയില്ലേ, അത് കംപ്ലീറ്റ്ലി വേറൊരു ലീഗാണ്. മസ്റ്റ് വാച്ച് നമ്പർ 3, വിക്രം വേദ. അപ്പോൾ നമ്മുടെ ലിസ്റ്റ് മിഡിലെത്തി. അപ്പോൾ ലൈക്ക് ഇതുവരെ ചെയ്തില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. വിക്രം വേദ ഒരു തമിഴ് ത്രില്ലറാണ്. പക്ഷേ ഗൈസ്, ഇതൊരു മാസ് എന്റർടൈനർ അല്ല. ഇത് ഒരു ഇന്റലിജന്റ് ത്രില്ലറാണ്. ഈ സിനിമ സംസാരിക്കുന്നത് പോലീസുകാരും ക്രിമിനൽസും തമ്മിലുള്ള ഒരു കാറ്റ് ആൻഡ് മൗസ് പരിപാടിയാണ്. പക്ഷേ ഇതിന്റെ ട്വിസ്റ്റ് എന്താണെന്ന് അറിയാവോ? ഗുഡ് വാസ് ഈവിൾ എന്ന കൺസെപ്റ്റേ അല്ല ഈ ഒരു സാധനം. ഗ്രേ വാസ് ഗ്രേ എന്ന് പറയുന്ന കൺസെപ്റ്റാണ്. ക്ലൈമാക്സ് ഒക്കെ എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ ആവും. ഇതിൽ ആരാണ് വില്ലൻ, അല്ലെങ്കിൽ ഇതിന്റെ ഹീറോ ആരാണ്? മാധവന്റെയും വിജയ് സേതുപതിന്റെയും പെർഫോമൻസ് നോക്കുന്ന സമയത്ത് കട്ടയ്ക്ക് നിൽക്കുന്ന 2 കഥാപാത്രങ്ങൾ. പക്ഷേ 2ാമത്തെ സിനിമ ഉണ്ടല്ലോ ഗൈസ്, അത് നിങ്ങൾക്ക് നെക്സ്റ്റ് ലെവൽ എക്സ്പീരിയൻസ് ആയിരിക്കും തരാൻ പോകുന്നത്. നമ്പർ 2 പൊസിഷനിൽ രാക്ഷസൻ. ഇതൊരു തമിഴ് സൈക്കോളജിക്കൽ ത്രില്ലറാണ്. ഇതൊരു സീരിയൽ കില്ലർ സ്റ്റോറിയാണ്. പക്ഷെ ഒരു നോർമൽ സീരിയൽ കില്ലർ സ്റ്റോറി അല്ല. ഇതിലെ കില്ലർ ടാർഗറ്റ് ചെയ്യുന്നത് സ്കൂളിലെ കുട്ടികളാണ്. കേട്ടിട്ട് കുറച്ച് ഡിസ്റ്റർബിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല, പക്ഷെ കിട്ടുള്ള മേക്കിംഗ് ആണ്. ഹീറോയിന് ഒരു ഫിലിം ഡയറക്ടർ ആവണം എന്നാണ് ആഗ്രഹം. പക്ഷെ അയാൾ ആവുന്നത് ഒരു പോലീസ് ഓഫീസറാണ്. അയാൾക്ക് കിട്ടുന്ന ആദ്യത്തെ കേസോ ഈ സീരിയൽ കില്ലർ കേസ്. ഇതിന്റെ ഒരു സസ്പെൻസ് ബിൽഡപ്പ് ഉണ്ടല്ലോ, ഞാൻ ഗ്യാരണ്ടി ചെയ്യുന്നു നിങ്ങൾക്ക് ഫസ്റ്റ് ഹാഫിൽ ഇതിന്റെ വില്ലൻ ആരാണെന്ന് പ്രെഡിക്റ്റ് പോലും ചെയ്യാൻ പറ്റില്ല. ക്ലൈമാക്സിൽ ഈ സംഭവം അങ്ങോട്ട് റിവീൽ ചെയ്യുന്ന സമയത്ത് മൈൻഡ് ബ്ലോയിങ് ആണ്. വിഷ്ണു വിശാൽ ആക്ടർ, BGM, ഡയറക്ഷൻ എല്ലാം കൊണ്ടും വേറെ ലെവൽ പടം. ഈ സിനിമയുടെ എല്ലാം പെർഫെക്റ്റ് ആണ്. പക്ഷെ ഞാൻ പറയാൻ പോകുന്ന മസ്റ്റ് വാച്ച് ലിസ്റ്റിലെ 1ാമത്തെ സിനിമ, അതിൻ്റെ എല്ലാ സാധനങ്ങളും വേറെ ലെവലാണ്. നിങ്ങൾ വേറൊരു യൂണിവേഴ്സിൽ എത്തിയതുപോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. എന്നാ നമ്മുടെ 1ാമത്തെ സിനിമ പറയാം, കിൽ ബിൽ. തുടക്കത്തിൽ ഞാൻ പറഞ്ഞത് ഈ സിനിമയെ കുറിച്ചിട്ടാണ്. ഇതൊരു റിവൻ സ്റ്റോറിയാണ്. പക്ഷേ നോർമൽ ആയിട്ടുള്ള ഒരു റിവൻ സ്റ്റോറി അല്ല. ബ്രൈഡ് എന്ന് വിളിപ്പേരുള്ള ഒരു അസാസിൻ, ആളുടെ കല്യാണം നടക്കുന്ന ആ ഒരു സമയം, ആൾ കുറച്ച് ഗർഭിണിയാണ്. ഈ സമയത്ത് തൻ്റെ ടീമിലുള്ള കുറച്ച് ആൾക്കാർ ഇവളെ ചതിക്കുന്നു.
ഇവളെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നു. പക്ഷെ മരിക്കുന്നില്ല. 4 വർഷത്തോളം കോമയിൽ കിടക്കുന്നു. ശേഷം ആളങ്ങോട്ട് സടകുണങ്ങി എണീക്കുന്നു. പിന്നെയുള്ള ഒരു റിവെഞ്ചാണ്. ഈ സ്റ്റോറി കേൾക്കുമ്പോൾ നിങ്ങൾ തോന്നും ഇതിനിപ്പോൾ എന്താ സ്പെഷ്യാലിറ്റി ഉള്ളത് എന്നുള്ളത്. ഒന്നാമത്തെ കാര്യം ഇതിന്റെ സ്റ്റോറി ടെല്ലിംഗ് വേറെ ലെവലാണ്. രണ്ടാമത്തത് കളർ സ്കീം. മൂന്നാമത്തത് ക്യാമറ ആംഗിൾസ്. പിന്നെ ഫൈറ്റ് കൊറിയോഗ്രാഫി. ക്വന്റിൻ ടാരാന്റിനോയുടെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഡയറക്ഷൻ. ഇതിലൊരു ഫൈറ്റ് സീക്വൻസ് വരുന്നുണ്ട്. ഏകദേശം 88 ആളുകളായിട്ട് ഈ ഒരു പെണ്ണ് ഫൈറ്റ് ചെയ്യുന്നത്. ഏറ്റവും വലിയ കൗതുകം എന്താണെന്ന് വെച്ചാൽ ഈ 88 ആളുകളായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ആ ഒരു ഫൈറ്റ് രംഗം സിംഗിൾ ഷോട്ടിലാണ് വരുന്നത്. ഒറ്റൊരു കട്ടുമില്ല, ഒന്നുമില്ല. ഫുൾ റിയൽ ടൈം ആക്ഷൻ. പിന്നെ ഒരു വാർണിംഗ് ഉണ്ട്, ഇത് ഹൈലി വയലൻസ് ഉള്ള മൂവിയാണ്. ബ്ലഡ് ഒരുപാടുണ്ട്. സിനിമാറ്റിക് ലെവലിൽ നോക്കുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും മറക്കാൻ സാധ്യതയില്ലാത്ത ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയിരിക്കും ഇത്. നിങ്ങൾ ഇതിൽ ഏതൊക്കെ കണ്ടിട്ടുണ്ട് എന്നുള്ളത് താഴെ ഒന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ള ഈ 5 മസ്വാദ് സിനിമകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പൊ നാളെ എപ്പിസോഡ് 10 ഞാൻ എന്താണെങ്കിലും വരും. അപ്പൊ ഇതേപോലെ കിടിലൻ കണ്ടന്റ്സ് മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയുണ്ട്. ഞാൻ ഒരു ഫിലിം മേക്കിംഗ് കോഴ്സ് നടത്തുന്നുണ്ട്. ഓൺലൈനായിട്ടാണ് നടത്തുന്നത്. നിങ്ങൾക്ക് സ്ക്രിപ്റ്റിംഗോ ഡയറക്ഷനോ പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ, ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ താഴെ ലിങ്കോ ഇവിടെ നമ്പറൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. അപ്പം ഗുഡ് മൂവീസ് കാണുന്നത് നിർത്തണ്ട. നാളെ ഞാൻ വേറെ മൂവീസുമായിട്ട് വരാം. അതുവരെ ബൈ.